ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് സാജിയെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ സാജിദ 2 ഷോർട്ട് വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മണ്ണാർക്കാട് ഹോസ്പിറ്റലിലാണ് ആണെന്ന് എന്നെ ഇഷ്ടമല്ലാത്തവർ ഇത് കണ്ട് സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ടിരുന്നു. അതെടുത്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും അവൾക്ക് അങ്ങനെ വേണം, അവൾക്ക് ഉമ്മൻ്റെ ശാപം തട്ടിയെന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് 1-2 വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞമ്മക്ക് ആർക്കും അസുഖം വരൂലേ? ഇനിയിപ്പോൾ അത് അതിന് പക്വതയില്ലാത്ത കാരണത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നുണ്ട് വെച്ചിട്ട് നമ്മൾ എല്ലാത്തിനും ഇപ്പം അതിൻ്റെ കുറ്റം പറഞ്ഞങ്ങാണ്ട് തന്നെ വീഡിയോസിനൊക്കെ നമ്മൾ ഈ നെഗറ്റീവ് കണ്ടുപിടിച്ചാൽ അതിനെ ഒഴിവുണ്ടാവുള്ളൂ. അതെങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മക്കളെ ഒത്തിട്ടില്ലൊന്നും മിണ്ടാതിരിക്കുക. അപ്പോൾ ടെൻഷൻ്റെ ഗുളിക കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മുമ്പ് കുടിച്ചിരുന്നപ്പോൾ നിർത്തിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ തുടർച്ച കുടിച്ചും കൂടി ഇരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ ഓരോ കാരണങ്ങളും ഉണ്ടാവും അവൾക്ക്. പിന്നെ അവൾക്ക് എന്തെങ്കിലും വന്ന് പറ്റിയല്ല കുഞ്ഞ് പെയ്തങ്ങൾക്ക് ആരുള്ളത്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതല്ലേ നമ്മൾ വേണ്ടാത്ത ഓരോ വീഡിയോസ് ഇടുമ്പോൾ. എന്ന് വെച്ചാൽ അവൾ നല്ലവളെന്നല്ല പറയുന്നത്. അവൾ ഉമ്മാനെ പറഞ്ഞത് വളരെ തെറ്റ് തന്നെയാണ്. പക്ഷേ അവരെ കുടുംബ പ്രശ്നത്തിലേക്ക് നമ്മളെന്തിനാണ് കയറി ചെല്ലുന്നത്? സാധ്യത വേണ്ടാത്ത വല്ലതും പറയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അത് വെച്ചിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതിനും വേണ്ടിയിട്ട് ഈ സാധ്യത അറിയില്ല. സാധനമായിട്ടൊരു ടച്ചും ഇല്ല. ഞാൻ കണ്ടത് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ഈ വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞിട്ട് ഈ സാധ്യത എന്തിനാണ് ടെൻഷൻ അടുപ്പിക്കുന്നത്? അതിന് ചെറിയ മാനസിക പ്രശ്നം അതിനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് കാര്യത്തിന് അതിനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്? സാധ്യതൻ്റെ നമർന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബഷീർ ബാഷിൻ്റെതായി. ഇപ്പോൾ ബഷീർ ബാഷിൻ്റെ നമർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും സാധ്യതൻ്റെതായി തുടങ്ങി.